ലോകത്ത് സമാധാനം കൊണ്ടുവന്നതിന് മെക്സിക്കോ കൊടുത്ത ഒരു പുരസ്കാരം വാങ്ങിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഏതാണ്ടൊക്കെ സമാധാനമായി. ഇപ്പോൾ വലിയ പുകിലൊന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങി വൈറ്റ് ഹൗസും വീടുമായി ഇരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു താരിഫ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ സർക്കാർ കടുത്ത നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ തിരിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോൾ വാണിജ്യ ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് വന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ. എന്നിട്ടും ചില കാര്യങ്ങളിൽ അവർക്ക് ഒന്നും തീരുമാനമാക്കാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇന്ത്യൻ സർക്കാർ, BJP നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു വിടുകയായിരുന്നു തിരികെ അമേരിക്കയിലേക്ക്. വരുന്നത് ഇടത്ത് വെച്ച് കാണാം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യക്കാർക്കടക്കം പുതിയ തലവേദനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എങ്ങനെ തോൽപ്പിക്കാം, വേറെ തരത്തിൽ തോൽപ്പിക്കാം എന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇന്ത്യക്കാർക്കടക്കം കടുത്ത തലവേദനയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം. വീണ്ടും ഉപദ്രവം തുടങ്ങിയിട്ടുണ്ട്. ട്രംപിനെതിരായ നിങ്ങളുടെ യൂട്യൂബ് കമന്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുലിവാലാകും. അമേരിക്കയിൽ വിസ കിട്ടില്ല. US-ലേക്കുള്ള H1B, H4 വിസ അപേക്ഷയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അധികൃതർ അരിച്ചു പറക്കി. യൂട്യൂബ് കമന്റും പഴയ ബ്ലോഗും വരെ വിസ നിഷേധിക്കാൻ കാരണമായേക്കാം. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. വിസ പോയിട്ട് വിസയ്ക്കുള്ള അപേക്ഷ പോലും ഓൺലൈനായി വാങ്ങില്ല, ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ തീരുമാനം. കോൺസുലർ ഓഫീസർമാർ അപേക്ഷകരുടെ ഓൺലൈൻ സാന്നിധ്യം വിശദമായി പരിശോധിച്ചു തുടങ്ങി. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, വിസ അപേക്ഷ റദ്ദാക്കാൻ മറ്റൊരു കാരണവും അവർക്ക് വേണ്ട. പ്രാഥമികമായി തന്നെ ആ വിസ അപേക്ഷ റദ്ദായിരിക്കും. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, എക്സ്, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ്, ഇനി എന്തൊക്കെയുണ്ടോ അമേരിക്കയിൽ ലഭ്യമായത്, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല ഓൺലൈനിൽ പങ്കുവച്ച കരിക്കുലം വിറ്റ് പേഴ്സണൽ ബ്ലോഗുകൾ, ഫോറങ്ങളിലെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരുള്ള യൂട്യൂബ് കമന്റുകൾ പോലും പരിശോധനയ്ക്ക് വിധേയമാകും. നിങ്ങളുടെ പേരിൽ ഇന്റർനെറ്റിൽ വരുന്ന എന്തും ഇതിൽ ഉൾപ്പെടും. അതായത് നിങ്ങളെപ്പറ്റി സകലതും പരതി ചികഞ്ഞാകും ഇനിയുള്ള വിസ നൽകുക. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 15 മുതലാണ് വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പരിശോധന തുടങ്ങിയത്. പരിശോധനയുടെ പശ്ചാത്തലം നെഗറ്റീവ് ആണെങ്കിൽ അഭിമുഖ വേളയിൽ തന്നെ വിസ അപ്രൂവൽ ലഭിച്ചിരിക്കില്ലെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. അടുത്തിടെയാണ് 20 വർഷം അമേരിക്കയിൽ താമസിച്ചിട്ട് ഗ്രീൻ കാർഡിന് വേണ്ടി അഭിമുഖത്തിന് നിന്നൊരു ഇന്ത്യൻ യുവതിയെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ FMJ വിസ വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയ സമാന പരിശോധനയാണ് ഇപ്പോൾ H1B. തൊഴിൽ വിസയാണ്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഇന്ത്യക്കാരുടെ H1B വിസയിലാണ്. കൂടാതെ H4 വിസ അപേക്ഷകർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കോൺസുലർ ഉദ്യോഗസ്ഥന് അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ അധികാരം നൽകിയിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവരെ അമേരിക്കയിൽ നിന്നും അകറ്റി നിർത്തണം, അമേരിക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കണം എന്ന് തന്നെയാണ് തീരുമാനം. പക്ഷേ ഇതിനു മുമ്പ് H1B വിസക്കാർക്ക് കനത്ത ഫീസാണ്. 86 ലക്ഷം രൂപ വരെ, ഏതാണ്ട് $1 ലക്ഷം. ഇന്നത് 91 ലക്ഷം രൂപ വരും. നവംബറിൽ ഈയൊരു കനത്ത ഫീസ് ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നടത്തിയിരുന്നു. പക്ഷേ രൂക്ഷമായ എതിർപ്പിനെ തുടർന്ന് അമേരിക്കയിൽ ആഭ്യന്തരമായ ഒരു ലോക്ക്ഡൌണും കൂടി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ട്രംപ് അത് പുനഃപരിശോധിച്ചു. അത് എല്ലാവർക്കുമല്ല, പുതിയ വിസക്കാർക്കാണ്. പഴയ H1B വിസക്കാർ അത് പുതുക്കുന്നതിൽ അവർക്ക് യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ തൊട്ട് ഇങ്ങോട്ട് H1B വിസ, H4 വിസ, F വിസ, J വിസ, അങ്ങനെ ഇന്ത്യക്കാർക്ക് നൽകുന്ന എന്തൊക്കെ വിസകളുണ്ടോ അതിലെല്ലാം കനത്ത പരിശോധനകൾ, സൂക്ഷ്മ പരിശോധനകൾ, ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ച് എങ്ങനെയൊക്കെ ഇന്ത്യക്കാരെ അമേരിക്കയിലേക്ക് കയറ്റരുത് എന്നൊരു ഗവേഷണത്തിനാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം വൈറ്റ് ഹൗസിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് ഇന്ത്യ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. ഇന്ത്യയുടെ ചില മേഖലകൾ, IT അടക്കമുള്ള വ്യവസായ മേഖലകളിലെ ജീവനക്കാർക്ക് അമേരിക്കയിൽ ഉന്നത തൊഴിൽ തേടി പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഈ തീരുമാനം, അമേരിക്കയുടെ ഈ നീക്കം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളുക എന്നതാണ് BJP സർക്കാർ, ദേശീയ സർക്കാർ പറയുന്നത്. കാരണം തദ്ദേശീയവൽക്കരണം, മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ, ഇതൊക്കെ ചെയ്ത് ഇന്ത്യയിൽ പരീക്ഷിച്ചിട്ട് വേണം തങ്ങളുടെ കഴിവ് അമേരിക്കക്കാരുടെ മുമ്പിൽ ചെന്ന് വിളമ്പാൻ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ കഴിവുള്ള യുവത്വത്തോട് ആവശ്യപ്പെടുന്നത്, ആഹ്വാനം ചെയ്യുന്നത്.